അല്ലാഹു വെച്ച റൂഹ് കൊണ്ടാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ ജീവൻ നിലനിൽക്കുന്ന റൂഹിനെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ റൂഹിനെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആ റൂഹ് വിട പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ഡെഡ് ബോഡികളാണ്, ശവങ്ങളായി മാറും, മയ്യിത്താണ്, പിന്നെ അനങ്ങാൻ കഴിയില്ല. നിങ്ങളെ തന്നെ ചലിപ്പിക്കുന്ന റൂഹിനെ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന അള്ളാഹുവിനെ കാണണമെന്ന് വാശി പിടിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തി കാണിക്കലല്ലയോ? വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹുവിന്റെ മഹത്വം വേണ്ട വിധം നിങ്ങൾ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് പുണ്യനബി. നിങ്ങളുടെ മുഖം, ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗം, ആ മുഖത്തിൽ കിടക്കുന്ന 2 ഐബോളുകൾ, ചെറിയ 2 കണ്ണുകൾ, ആ കണ്ണുകൾക്ക് മുമ്പിൽ കാണപ്പെടാൻ മാത്രം അള്ളാഹുവിനെ ചെറുതാക്കണമെന്നല്ലയോ മനുഷ്യന്മാർ ശാഠ്യം പിടിക്കുന്നത്? അള്ളാഹുവിനെ കാണാൻ വാശി പിടിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ റൂഹിനെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? കാണുന്നില്ല. റൂഹില്ലെങ്കിൽ ജീവനുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ ജീവ് അള്ളാഹു നൽകിയതാണ്. പ്രപഞ്ചം അള്ളാഹുവിന്റെ ഖൽഖാൻ. അതുകൊണ്ട് ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. ഇതാണ് പുണ്യ റസൂൽ ലോകത്തോട് പറഞ്ഞത്. 21-ാം നൂറ്റാണ്ടിലും അതുതന്നെയാണ് ഇസ്ലാമിന് പറയാനുള്ളത്. യുക്തിവാദമോ നിരീശ്വരവാദമോ പറയുന്നവരോടും അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. മക്കയിലെ യുക്തിവാദികളോടും 21-ാം നൂറ്റാണ്ടുകാരനോടും 22കാരനോടും അള്ളാഹുവിന് ചോദിക്കാനുള്ളതും ഒരേ ചോദ്യമാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ, ആരാരും പടക്കാതെ നിങ്ങൾ ഒറ്റക്കുണ്ടായതാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല നിങ്ങൾ തന്നെയാണോ നിങ്ങളെ പടച്ചത്? രണ്ടുമല്ലല്ലോ. എങ്കിൽ പിന്നെ മൂന്നാമതൊരാളാണ് പടച്ചത്. ആ പടച്ചവന്റെ പേരാണ് അല്ലാഹു ജല്ല ജലാലു എന്ന് പുണ്യനബി പറഞ്ഞതിന്റെ പേരിലാണ് വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അസ്ഹാബുൽ ഖുദൂദിനെ തീയിലേക്ക് എറിഞ്ഞ് ശിക്ഷിച്ച പോലെ ഹബീബായ നബി തങ്ങളെയും അനുയായികളെയും ഖുറൈശികൾ ദ്രോഹിച്ചിരുന്നത് തൗഹീദിന്റെ വിശ്വാസം ഉള്ളതിന്റെ പേരിലാണ്. അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല ഈ ലോകത്ത്, അത്രയേ ഉള്ളൂ. നാളെ പരലോകത്ത് കാണാൻ കഴിയും. അള്ളാഹു കാണിച്ചു തരും. ഹൽ തുളാറൂന ഹൽ തുളാമൂന ഫീ റുയത്തിൽ ഖമരി ലൈലത്തുൽ ബദർ. 14-ാം രാവിലെ ചന്ദ്രനെ കാണാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഇല്ല. എങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഒരാളുടെയും തോളിൽ കൈവച്ച് നോക്കുകയോ എത്തി നോക്കുകയോ ചാടി നോക്കുകയോ ചെയ്യേണ്ടതില്ലാത്ത വിധം